അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട കുട്ടികളെ, മർഹബൻ ബിക്കും ജമീഅൻ. പുതിയൊരു വീഡിയോ ആണ്, തുടങ്ങാം. ഓക്കെ, അഞ്ചാമത്തെ ആറാമത്തെ യൂണിറ്റിൽ നമ്മൾ പ്രധാനമായിട്ടും പഠിക്കുന്ന അഞ്ചാമത്തെ യൂണിറ്റിലെ ഒരു ഭാഗമാണ് ജുംല ഇസ്മിയ, ജുംല ഫിഅലിയ. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ എന്താ ജുംല ഇസ്മിയ? പറഞ്ഞോളി, എന്താണ് ജുംല ഇസ്മിയ? അറിയുന്ന ആൾക്കാരാണെങ്കിൽ ഒന്ന് പറയും. ജുംല ഇസ്മിയ എന്ന് വെച്ചാൽ എന്താണ്? ജുംല ഫിഅലിയ എന്ന് വെച്ചാൽ എന്താണ്? ഞാൻ പറയട്ടെ. ഈ പരീക്ഷയ്ക്ക് ഇങ്ങനെ ഒരു ചോദ്യം വന്നാൽ അറിയേണ്ട കുട്ടീനെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് ഉത്തരം എഴുതും. എന്നാൽ അറിയാത്തൊരു കുട്ടീനെ സംബന്ധിച്ചിടത്തോളം ജുംല ഇസ്മിയെ, ജുംല ഫിഅലിയെ എന്താ എന്നും ചോദിച്ചിരിക്കും. വളരെ സിമ്പിളാണ്, ഒന്ന് കണ്ണടച്ചിരുന്നോ, ഞാൻ പറഞ്ഞുതരാം. ഫിഅൽ കൊണ്ട് ആരംഭിക്കുന്ന ജുംലകളെ ജുംല ഫിഅലിയ എന്ന് പറയുന്നു. ഇസ്മു കൊണ്ട് ആരംഭിക്കുന്ന ജുംലകളെ ജുംല ഇസ്മിയ എന്ന് പറയുന്നു. കഴിഞ്ഞോ? അത്രേ ഉള്ളൂ. ഈ രണ്ട് കാര്യങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെച്ചാൽ മതി. നോക്കാം, ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുള്ള ഒരു ചോദ്യമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. മുനീർ ത്വാലിബുൻ. മുനീർ ഒരു വിദ്യാർത്ഥിയാണ്. യദുറുസു ഫി ഇഹ്ദാ മദാരിസിൽ മദീന. പട്ടണത്തിലുള്ള ഒരു സ്കൂളാണ് അവൻ പഠിക്കുന്നത്. ഫി അഹദിൽ അയ്യാം ആദ മുനീറു ഇലാ മൻസിലിഹി. മുനീർ എന്ത് ചെയ്യും? അവൻ്റെ വീട്ടിലേക്ക് മടങ്ങി. വാലിദുഹു ജാലിസും ഫി വാജിഹത്തിൽ ബൈദ്. വാപ്പ പൂമുഖത്തിരിക്കുന്നുണ്ട്, കൊലായിലിരിക്കുന്നുണ്ട്, സിറ്റ് ഔട്ടിലിരിക്കുന്നുണ്ട്. ഖാലിലി വാലിദിഹി. അവൻ പിതാവിനോട് പറഞ്ഞു, ബാബ ഇസ്തോദമതി സയ്യാറത്തു ബിദ്ദറാജ. ഒരു കാറും ബൈക്കും എന്ത് ചെയ്യുന്നുണ്ട്? കൂട്ടിയിടിച്ച് ആക്സിഡൻറ്റ് ഉണ്ടായിട്ടുണ്ട്. സഖത്ത റജുലു ഫിഷാരി. ആ റജുല്, പുരുഷൻ എന്ത് ചെയ്യുന്നുണ്ട്? ആ റോട്ടിലേക്ക് വീഴുന്നുണ്ട്. വഷാരിഉ മുസ്ദഹിമുൻ. റോഡ് വളരെ തിരക്ക് പിടിച്ച് നല്ല ബിസി, നല്ല റഷാണ് റോഡ്, നല്ല തിരക്കാണ്. സാലദ്ദമു മിൻ റിജ്ലിഹി. അദ്ദേഹത്തിൻ്റെ കാലിൽ നിന്ന് ആ രക്തം ഒഴുകിയിട്ടുണ്ട്. ക്ലിയർ ആണല്ലോ? ഈ ഒരു പാരഗ്രാഫ് വായിച്ചിട്ട് ഇതിൽ ജുംല ഇസ്മിയ, ജുംല ഫിഅലിയ കണ്ടെത്തണം. എങ്ങനെയെന്ന് വെച്ചാൽ, ഒരു സെൻറ്റൻസിൽ ഇസ്മു കൊണ്ടാണ് ആരംഭിക്കുന്നതെങ്കിൽ ജുംല ഇസ്മിയ ആയിരിക്കും, ഫിഅൽ കൊണ്ടാണ് ആരംഭിക്കുന്നതെങ്കിൽ ജുംല ഫിഅലിയ ആയിരിക്കും. ക്ലിയർ ആണല്ലോ? ഇനി നോക്ക്, മുനീർ ത്വാലിബുൻ. മുനീർ ആരാണ്? ഒരു ത്വാലിബാണ്. നമുക്ക് ഇതിന് ഉത്തരം ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുണ്ട്. ഇവിടെ ജുംല ഇസ്മിയ ഏതൊക്കെയാണ് എന്നാണ് നമ്മൾ കണ്ടെത്താൻ പോകുന്നത്. ഓക്കെ, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് കണ്ടെത്തി നോക്കാം. നോക്ക്, മുനീർ ത്വാലിബുൻ. മുനീർ എന്നതൊരു ഇസ്മാണ് അല്ലേ? ആ ഇസ്മ കൊണ്ടാണ് ആ സെൻറ്റൻസ് ആരംഭിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ ജുംല ഇസ്മിയ ആയിട്ട് പരിഗണിക്കാം. രണ്ടാമത്തെ നോക്ക്, യദുറുസു ഫി ഇഹ്ദാ മദാരിസിൽ മദീന. യദുറുസു എന്ന് വെച്ചാൽ ഫിഅലാണ്. അതായത് ഫിഅൽ മാദിർ മുളാരിയാക്കുമ്പോൾ അലിഫ് യാ താവ് നൂന് ഈ നാലെണ്ണം വെച്ചിട്ടാണ് ആരംഭിക്കുക. നമുക്ക് ഇവിടെ യാവ് വെച്ചിട്ടാണ് ആരംഭിച്ചത്. അപ്പോൾ എന്താണ്? ഫിഅൽ മുളാരിയാണ്, ഫിഅലാണ്. ഫിഅൽ കൊണ്ട് ആരംഭിച്ചുകൊണ്ട് അതിന് നമ്മൾ എന്ത് ചെയ്യുന്നു? ജുംല ഫിഅലിയായിട്ട് ഉൾപ്പെടുത്തുന്നു, പരിഗണിക്കുന്നു. ഓക്കെ, ഇനി നോക്ക്, വാലിദുഹു ജാലിസും ഫി വാജിഹത്തിൽ ബൈത്ത്. വാലിദ് എന്താ? ഇസ്മാണ്, ഒരു പേരാണ്. വാലിദ് ഒരു പേരല്ലേ? ആ ഇസ്മ വെച്ചിട്ടാണ് അത് ആരംഭിക്കുന്നത്. അതുകൊണ്ട് ഈ സെന്റൻസ് നമുക്ക് എന്ത് ചെയ്യാം? ജുംല ഇസ്മിയ ആയിട്ട് പരിഗണിക്കാം. ഖാലലി വാലിദിഹി. ഖാല പറഞ്ഞു. അതുകൊണ്ട് ഖാല പറഞ്ഞു. ഖാല എന്താണ്? ഫിഅലാണ്. ഫിഅൽ ആയതുകൊണ്ട് അതൊരു ജുംല ഫിഅലിയാണ്. ഇനി നോക്ക്, സഖത്ത റജുലു ഫിശാരി സഖത്വ. നോക്ക്, നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ അറിയോ? ഭൂരിഭാഗം ഫിഅലും ആദ്യം അവസാനിക്കുക ഫതഹിലാണ്. ഇവിടെ നോക്ക്, ഖാല, സഖത്ത. ഓക്കെ, സാല ഒഴുകി. മനസ്സിലായോ? നോക്ക്, സഖത്ത റജുലു ഫിശാരി. ആ പുരുഷൻ എന്ത് ചെയ്തു? റോട്ടിലേക്ക് വീണു. ഫിഅലാണ്. അതുകൊണ്ട് ഈ സെന്റൻസ് എന്താണ്? ജുംല ഫിഅലിയാണ്. വശാരിഉ മുസ്ദഹിമുൻ. നോക്ക്, ഫിഅലാണോ? വശാരിഉ, ശാരിഅ എന്ന് വെച്ചാൽ റോഡ്. റോഡ് എന്നതൊരു ഫിഅലാണ്, ഒരു പ്രവൃത്തിയാണോ? അല്ല, ഒരു പേരാണ് അല്ലേ? വശാരിഉ മുസ്ദഹിം. അപ്പോൾ ഇത് നമുക്ക് എന്ത് ചെയ്യാം? ജുംല ഇസ്മിയയിൽ ഉൾപ്പെടുത്താം. സാലദ്ദമു മിൻ റിജ്ലിഹി. അദ്ദേഹത്തിൻ്റെ കാലിൽ നിന്ന് ചോര ഒലിച്ചു. ചോര ഒഴുകാണ്. സാല ഒഴുകി. ഫിഅലാണോ? വെർബാണോ? പ്രവൃത്തിയാണോ? അതെ. അതുകൊണ്ട് സാലദ്ദമു മിൻ റിജ്ലിഹി ഇത് നമ്മൾ എന്തിൽ ഉൾപ്പെടുത്തുന്നു? ജുംല ഫിഅലിയയിൽ ഉൾപ്പെടുത്തുന്നു. ക്ലിയർ ആയിട്ടുണ്ടോ? മനസ്സിലാവാത്തവർക്ക് വേണ്ടി ഇതാ ഇവിടെ അതിൻ്റെ ഉത്തരം കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നോക്ക്, ഇവിടെ യെസ്, ജസീം ദാരിസുൻ നഷീത്ത് ഹുവ യദ്റുസു ഫി സഫി സാദിസ് നഹ്നു നുഹിബ്ബുഹു കസീറൻ ഉമ്മുഹു ഫാത്തിമ ഹിയ മരീള ذهبت مع أمي لزيارتها رأيت الطبيب هو جالس في غرفته قال الطبيب هي تحتاج إلى عملية جراحية. ഈ ഒരു പാരഗ്രാഫ് വായിച്ചിട്ട്
ഇതിൽ നിന്ന് ജുംല ഇസ്മിയ ജുംല ഫിഅലിയ കണ്ടെത്തണം. നിങ്ങൾ കണ്ടെത്തുമോ ജുംല ഇസ്മിയും ജുംല ഫിഅലിയും? ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാണ്. ജുംല ഇസ്മിയ എന്ന് വെച്ചാൽ ഇസ്മു കൊണ്ട് ആരംഭിക്കുന്ന സെന്റൻസ്, ജുംല ഫിഅലിയ എന്ന് വെച്ചാൽ ഫിഅൽ കൊണ്ട് ആരംഭിക്കുന്ന സെന്റൻസ്. നമുക്ക് ഇതിലെ ജുംല ഫിഅലിയ ഏതൊക്കെയെന്ന് കണ്ടെത്താം. ഫിഅൽ വെച്ച് ആരംഭിക്കുന്നത് നോക്ക്, ഈ സെന്റൻസ് ആരംഭിക്കുന്നത് ഫിഅൽ വെച്ചിട്ടാണോ? അല്ല, ജസീം എന്നുള്ള ഇസ്മു വെച്ചിട്ടാണ്. ഇവിടെ ഈ സെന്റൻസ് ആരംഭിക്കുന്നത് ഫിഅൽ വെച്ചിട്ടാണോ? അല്ല, ഹുവ വെച്ചിട്ടാണ് ആരംഭിക്കുന്നത്. ഹുവ ഫിഅലാണോ? അല്ല, ഹുവ ദമീറാണ്. നമുക്ക് ജുംല ഇസ്മി ആയിട്ട് പരിഗണിക്കാം. ഇനി നോക്ക്, നഹ്നു പറ്റൂല. ഇവിടെ നോക്ക്, ദഹബ്തു ഞാൻ പോയി, മഅ ഉമ്മി ലി സിയാറത്തിഹ. ദഹബ എന്നത് പോയി, ഒരു ഫിഅലു മാലിയാണ് അല്ലേ? ആ ഫിഅലു മാലി വെച്ച് ആരംഭിച്ചുകൊണ്ട് തന്നെ, ആ ഫിഅൽ വെച്ച് ആരംഭിച്ചതുകൊണ്ട് നമുക്കത് ജുംല ഫിഅലിയയിൽ ഉൾപ്പെടുത്തിക്കൂടെ? നമ്മൾ പറഞ്ഞ കണ്ടീഷൻ എന്താ? ഫിഅൽ വെച്ച് ആരംഭിക്കണം. ഓക്കെ, ഇത് ഫിഅൽ വെച്ചിട്ടല്ലേ ആരംഭിച്ചത്. അപ്പൊ ഞാൻ എഴുതട്ടെ, ദഹബ്തു മഅ ഉമ്മി ലി സിയാറത്തിഹ. ഓക്കെ ആണോ? ഓക്കെ ആണ്. നമ്മൾ ഒന്ന് എഴുതി കഴിഞ്ഞു. ഇനി അടുത്ത് നോക്കുക, റഅയ്തു ത്വബീബ. റഅ കണ്ടു, റഅയ്തു ഞാൻ കണ്ടു, അത്വബീബ ഡോക്ടറെ കണ്ടു. ഇനി പറ, അത് ഫിഅൽ വെച്ചിട്ടാണോ ഇസ്മു വെച്ചിട്ടാണോ? ഈ ഒരു സെന്റൻസ് ആണ്. ഫിഅൽ വെച്ചിട്ടാണോ ഇസ്മു വെച്ചിട്ടാണോ ആരംഭിക്കുന്നത്? കണ്ടു റഅ ഫിഅൽ വെച്ചിട്ടാണ്. അപ്പൊ നമുക്ക് ഏതിൽ ഉൾപ്പെടുത്താം? ജുംല ഫിഅലിയയിലാണോ ജുംല ഇസ്മിയയിലാണോ? ഫിഅൽ വെച്ച് ആരംഭിച്ചത് കൊണ്ട് തന്നെ നമുക്ക് എവിടെ ഉൾപ്പെടുത്താം? ജുംല ഫിഅലിയയിൽ ഉൾപ്പെടുത്താം. റഅയ്തു ത്വബീബ. റഅയ്തു അത്വബീബ. ഓക്കെ ആണല്ലോ. അടുത്ത് നോക്കാം, ഹുവ ജാല. ഹുവ വെച്ചിട്ടാണ് ആരംഭിക്കുന്നത്. ഹുവ ഫിഅലാണോ? അല്ല, ദമീറാണ്. ഖാല ത്വബീബു. ഖാല എന്താടാ? ഖാല പറഞ്ഞു. ഖാല പറഞ്ഞു, പറയാന്ന് വെച്ച ഒരു പ്രവൃത്തിയല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് ജുംല ഫിഅലിയയിൽ ഉൾപ്പെടുത്തിക്കൂടെ? ഖാല ത്വബീബു. നോക്ക്, ഖാല ത്വബീബു ഡോക്ടർ പറഞ്ഞു. ഓക്കെ, ഇനി ഫിഅലിയ ഉണ്ടോ? ജുംല ഫിഅലിയ നമ്മൾ കണ്ടെത്തി കഴിഞ്ഞു. ഇനി നമുക്ക് ജുംല ഇസ്മിയ നോക്കാം. നോക്ക്, ജസീമുൻ ദാരിസുൻ നഷീദ്. ജസീം എന്നതൊരു പേരല്ലേ? ആ ജസീം ദാരിസുൻ നഷീദുൻ എന്നതൊരു സെന്റൻസ് അല്ലേ? ആ സെന്റൻസ് നമുക്ക് എന്തിൽ ഉൾപ്പെടുത്താം? ജസീം എന്ന ഇസ്മു വെച്ചിട്ട്, പേര് വെച്ചിട്ട്, നാമം വെച്ചിട്ടാണ് ഈ സെന്റൻസ് തുടങ്ങുന്നത്. കളർ മാറ്റട്ടെ. ഫിഅലിയ നമുക്ക് മായ്ക്കാം. ഫിഅലിയ നമ്മളത് കഴിഞ്ഞു. ഇനി നമുക്ക് കളർ മാറ്റി പിടിക്കാം. നോക്ക്, ജസീം എന്ന ഇസ്മു വെച്ചിട്ടാണ് തുടങ്ങുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ജുംല ഇസ്മിയയില് ഉൾപ്പെടുത്താം. ജസീമുൻ ദാരിസുൻ നഷീദ്. എഴുതട്ടെ, ജസീമുൻ ദാരിസുൻ നഷീത്തുൻ. ഓക്കെ ആണോ? ഓക്കെ, ഒന്നാമത് കിട്ടി. രണ്ടാമത് നോക്കുക, ഹുവ യദറുസു ഫി സൊഫി സാദിസ്. ഹുവ അവൻ. ലൊമീറുകൾ നമുക്ക് എന്ത് ചെയ്യുന്നറിയോ? ഇസ്മിയയിലേക്ക് ഉൾപ്പെടുത്താം. ഹുവ അവൻ. ഹുവ യദറുസു ഫി സൊഫി സാദിസ്. ഓക്കെ, ഞാൻ എഴുതുന്നു ഹുവ ഓക്കെ ആണല്ലോ. അടുത്തത് നോക്കാം, നഹ്നു നുഹിബ്ബുഹു പറ്റും, ഇത് ഉൾപ്പെടുത്താം. ഉമ്മുഹു ഫാത്തിമ, ഹിയ മരീള. നോക്ക്, ഇതൊക്കെ ഹുവ ജാലിസുൻ ഫി ഉർഫതിഹി നമുക്ക് ഉപയോഗിക്കാം. ഹിയ തഹ്താജു ഇലാ അമലിയത്തിൻ ജിറാഹിയ. ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? ജുംല ഇസ്മിയയിൽ ഉപയോഗിക്കാൻ പറ്റും. ഞാൻ എന്ത് ചെയ്യാ? എഴുതുന്നതിന് പകരം നിങ്ങൾക്ക് ഇങ്ങനെ റൗണ്ട് ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഓക്കെ, ഞാൻ വീഡിയോ എന്തെങ്കിലും നീട്ടി കൊണ്ടുപോകുന്നില്ല. കാര്യം മനസ്സിലായിട്ടുണ്ടോ? കൺസെപ്റ്റ് ക്ലിയർ ആയിട്ടുണ്ടോ? അതായത് ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാണ്. ഒരു ഫിഅൽ ആരംഭിക്കുന്നത്, ഒരു സെന്റൻസ് ആരംഭിക്കുന്നത് ഫിഅൽ കൊണ്ടാണെങ്കിൽ ആ സെന്റൻസിന് നമുക്ക് ജുംല ഫിഅലിയ എന്നും, ഒരു സെന്റൻസ് ആരംഭിക്കുന്നത് ഇസ്മു കൊണ്ടാണെങ്കിൽ ആ സെന്റൻസിന് ജുംല ഇസ്മിയ എന്നും പറയാം.
ക്ലിയർ ആണല്ലോ? നിങ്ങൾക്ക് വീഡിയോ മനസ്സിലായിട്ടുണ്ട് എന്ന് കരുതുകയാണ്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മുടെ റിവിഷൻ്റെ സമയത്ത് ഒന്നുകൂടെ ഡീപ്പായിട്ട് നമ്മൾ എന്ത് ചെയ്യും പറഞ്ഞുതരും. അപ്പോൾ കൂടെ കൂടുക. അതുവരേക്കും വീണ്ടും കാണാം. അസ്സലാം.